നമസ്കാരം. F&S ഫാർമ വേൾഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാൻ ഫാത്തിമ ബീഗം. സബ്ജക്റ്റ് വൈസ് MCQ ഡിസ്കഷനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ബയോകെമിസ്ട്രി ഡിസ്കഷൻ പാർട്ട് 3 ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ടോപ്പിക് പ്രോട്ടീൻ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. ഉപകാരപ്രദമായി തോന്നിയാൽ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ MCQ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് സം ബേസിക് തിയറി ഓഫ് പ്രോട്ടീൻസ് നോക്കാം. ഡെഫിനീഷൻ, ക്ലാസിഫിക്കേഷൻ, സ്ട്രക്ചർ, പെപ്റ്റൈഡ് ബോണ്ട്, ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻസ്, ഈ ടോപ്പിക്സൊക്കെ നമുക്കൊന്ന് നോക്കാം. എന്താണ് ഡെഫിനീഷൻ? വാട്ട് ആർ പ്രോട്ടീൻസ്? നമുക്കറിയാം, പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ദേ ആർ ദ മോളിക്യൂൾസ് ദാറ്റ് ഈൽസ് അമിനോ ആസിഡ് ഓൺ ഹൈഡ്രോലൈസിസ്. ഹൈഡ്രോലൈസ് ചെയ്യുമ്പോഴത്തേക്കും അമിനോ ആസിഡ് തരുന്ന മോളിക്യൂളിനെ പറയുന്ന പേരാണ് പ്രോട്ടീൻസ്. അതായത് വേറൊരു രീതി നമുക്ക് പറയാം, പ്രോട്ടീൻസ് എന്ന് പറയുന്നത് നാച്ചുറൽ പോളിമേഴ്സ് ഓഫ് അമിനോ ആസിഡ് ആണ്. പ്രോട്ടീൻസിൽ നൈട്രജൻ, ഓക്സിജൻ, കാർബൺ, ഹൈഡ്രജൻ, ഇത് ഇത്രയും എലമെൻസും ഉണ്ട്. പ്രോട്ടീൻസിൻ്റെ ഫംഗ്ഷൻ വൈസ് നമ്മൾ പറയുവാണെങ്കിൽ നമുക്കറിയാം, എൻസൈംസ് ഒരു പ്രോട്ടീനാണ്. എൻസൈംസ് എന്ന് പറയുന്നത് ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ്. അതല്ല, പ്രോട്ടീൻസ് എന്ന് പറയുന്നത് സ്ട്രക്ചറൽ പാർട്ട് ഓഫ് ഓർഗാനിസംസ് ആണ്. ഓർഗാനിസംസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന പ്രോട്ടീൻസ് ഉണ്ട്. പാർട്ടിസിപ്പേറ്റ് ഇൻ സെല്ലുലർ റിയാക്ഷൻസ്, ഇതൊക്കെയാണ് പ്രോട്ടീൻസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എങ്ങനെ നമുക്ക് പ്രോട്ടീൻസിനെ ക്ലാസിഫൈ ചെയ്യാം? നമ്മൾ മെയിൻലി 3 ആയിട്ടാണ് പ്രോട്ടീനെ ക്ലാസിഫൈ ചെയ്യുന്നത്. സിമ്പിൾ പ്രോട്ടീൻസ്, കോൺജുഗേറ്റഡ് പ്രോട്ടീൻസ്, ഡിറൈവ്ഡ് പ്രോട്ടീൻസ്. എന്താണ് സിമ്പിൾ പ്രോട്ടീൻസ്? അമിനോ ആസിഡ് മാത്രം ഹൈഡ്രോലൈസ് ചെയ്യുമ്പോൾ കിട്ടുകയാണെങ്കിൽ അതിനെ നമ്മൾ സിമ്പിൾ പ്രോട്ടീൻസ് എന്ന് പറയും. ദോസ് പ്രോട്ടീൻസ് ദാറ്റ് ഗിവ് അമിനോ ആസിഡ് ഒൺലി അപ്പോൺ ഹൈഡ്രോലൈസിസ്. എക്സാമ്പിളാണ് ആൽബമിൻ, ഗ്ലോബുലിൻ, ഗ്ലൂട്ടലിൻ, ഹിസ്റ്റോൺസ്, അതൊക്കെയാണ് എക്സാമ്പിൾസ്. എന്താണ് കോൺജുഗേറ്റഡ് പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ? ദോസ് വിച്ച് ഗിവ് ആൻ അമിനോ ആസിഡ് ആൻഡ് എ നോൺ പ്രോട്ടീൻ ഗ്രൂപ്പ്. അമിനോ ആസിഡും അതിനോടൊപ്പം ഒരു നോൺ പ്രോട്ടീൻ ഗ്രൂപ്പും ഹൈഡ്രോലൈസ് ചെയ്യുമ്പോൾ തരുന്നതാണ് നമ്മൾ കോൺജുഗേറ്റഡ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ന്യൂക്ലിയോ പ്രോട്ടീൻ, മ്യൂക്കോപ്രോട്ടീൻ, ഗ്ലൈക്കോപ്രോട്ടീൻ, ഫോസ്ഫോപ്രോട്ടീൻ, ഇതൊക്കെ കോൺജുഗേറ്റഡ് പ്രോട്ടീൻസിൻ്റെ എക്സാമ്പിളാണ്. തേർഡ് വൺ, ഡിറൈവ് പ്രോട്ടീൻസ് എന്തായിരിക്കും? ദോസ് ദാറ്റ് ആർ ഡിറൈവ് ഫ്രം സിമ്പിൾ ആൻഡ് കോൺജുഗേറ്റഡ് പ്രോട്ടീൻസ്. ഇത് രണ്ടിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കുന്നതിനാണ് നമ്മൾ ഡിറൈവ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് പ്രോട്ടിയൻസ്, പ്രോട്ടിയേസസ്, പെപ്റ്റോൺസ്, പെപ്റ്റൈഡ്സ് ഒക്കെ. അടുത്തത് എന്താണ് സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസ്? പോളിപെപ്റ്റൈഡ് ചെയിൻ്റെ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റിൻ്റെ ബേസിസിൽ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ദ പോളിപെപ്റ്റൈഡ് ചെയിൻ, 4 സ്ട്രക്ചറാണ് പ്രോട്ടീനുള്ളത്. പ്രൈമറി സ്ട്രക്ചർ, സെക്കൻഡറി സ്ട്രക്ചർ, ടെർഷറി സ്ട്രക്ചർ, ക്വാട്ടർണറി സ്ട്രക്ചർ. എന്താണ് ഇപ്പോൾ പ്രൈമറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ? അതായത് പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത് പോളിപെപ്റ്റൈഡ് ചെയിനിൽ സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്, അതാണ് പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. പ്രൈമറി സ്ട്രക്ചറിൽ അമിനോ ആസിഡ്സ് ആർ ലിങ്ക്ഡ് വിത്ത് വൺ അനദർ ത്രൂ പെപ്റ്റൈഡ് ബോണ്ട്. പെപ്റ്റൈഡ് ബോണ്ട് വഴി അമിനോ ആസിഡ്സ് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. പ്രോട്ടീൻ എന്ന് പറയുന്നത് അമിനോ ആസിഡിൻ്റെ പോളിമർ ആയിരിക്കും. അതാണ് പ്രൈമറി സ്ട്രക്ചർ. സെക്കൻഡറി സ്ട്രക്ചറിൽ എന്താണ്? പെപ്റ്റൈഡ് ചെയിൻസ് എന്ന് പറയുന്നത് സ്പൈറൽ ഷേപ്പ് അല്ലെങ്കിൽ സിക്സാക്ട് മാനറിൽ കാണപ്പെടും. അതായത് കോയിലിംഗ് ഓഫ് പെപ്റ്റൈഡ് ചെയിൻസ് ഉണ്ടാവും സെക്കൻഡറി സ്ട്രക്ചറിൽ. ഹൈഡ്രജൻ ബോണ്ടിങ് കാരണമാണ് ഇതുണ്ടാവുന്നത്. ആസ് എ റിസൾട്ട് 2 സ്ട്രക്ചർ പോസിബിൾ ആണ്. ആൽഫ ഹെലിക്സും ബീറ്റ പ്ലേറ്റഡ് ഷീറ്റ് അല്ലെങ്കിൽ ബീറ്റ ഷീറ്റും. ആൽഫ ഹെലിക്സ് എന്ന് പറയുന്നത് ഐദർ കോയിൽ ടു റൈറ്റ് ഓർ ലെഫ്റ്റ് ആയിരിക്കും. പ്രോട്ടീൻ ടേൺസ് ലൈക്ക് എന്താ പറയുക, ഒരു സ്പൈറൽ ഫൈബ്രസ് പ്രോട്ടീനായിട്ട് പ്രോട്ടീൻ ടേൺ ചെയ്ത് ഐദർ കോയിൽ ടു റൈറ്റ് ഓർ ലെഫ്റ്റ് ആണെങ്കിൽ അതിനെ ആൽഫ ഹെലിക്സ് എന്ന് പറയും. നേരെ മറിച്ച് പ്രോട്ടീൻ ഫോൾസ് ബാക്ക് ഓൺ ഇറ്റ് സെൽഫ് ആണെങ്കിൽ, ഒരു റിബൺ ലൈക്ക് ഗ്ലോബുലാർ പ്രോട്ടീനായിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ അതിന് നമ്മൾ ബീറ്റ ഷീറ്റ് എന്ന് പറയും. ബീറ്റ ഷീറ്റ് തന്നെ ആൻറ്റി പാരലൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതാണ് സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഫോൾഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ പ്രോട്ടീൻ കോയിൽ ചെയ്തിട്ട്, പെപ്റ്റൈഡ് ചെയിൻസ് കോയിൽ ചെയ്തിട്ട് ഹൈഡ്രജൻ ബോണ്ടിങ് കാരണം ആൽഫ ഹെലിക്സ് അല്ലെങ്കിൽ ബീറ്റ ഷീറ്റായിട്ട് കാണപ്പെടും. എന്താണ് ടെർഷറി സ്ട്രക്ചർ എന്ന് പറയുന്നത്? ഇവിടെ ട്വിസ്റ്റിംഗ് ഓർ ഫോൾഡിംഗ് ഓഫ് പോളിപെപ്റ്റൈഡ് ചെയിൻ ആണ് നടക്കുന്നത്. അതാണ് ടെർഷറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. എന്താണ് അപ്പോൾ ക്വാട്ടർണറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ? അറേഞ്ച്മെൻറ്റ് ഓഫ് മൾട്ടിപ്പിൾ ഫോൾഡഡ് പ്രോട്ടീൻ ഓർ കോയിലിംഗ് പ്രോട്ടീൻ മോളിക്യൂൾസിനെ മൾട്ടി സബ് യൂണിറ്റ് കോംപ്ലക്സ്, കുറച്ചും കൂടി കോംപ്ലക്സ് സ്ട്രക്ചറാണ് ക്വാട്ടർണറി എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ഫോൾഡഡ് പ്രോട്ടീൻസ്, മൾട്ടിപ്പിൾ ഫോൾഡഡ് പ്രോട്ടീൻ അല്ലെങ്കിൽ കോയിലിംഗ് പ്രോട്ടീൻസ് അറേഞ്ച് ചെയ്തിട്ട് ഒരു കോംപ്ലക്സ് സ്ട്രക്ചർ ഫോം ചെയ്തിട്ടുണ്ടാവും. വെറൈറ്റി ഓഫ് ഇൻട്രാക്ഷൻസ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ഹൈഡ്രജൻ ബോണ്ടിങ്, സോൾട്ട് ബ്രിഡ്ജ്, ഡൈസൾഫൈഡ് ബോൺസ്, ഇതൊക്കെ വേരിയസ് ചെയിൻസ്, എന്താ പറയുക, ഹോൾസ് വേരിയസ് ചെയിൻസ് ഇൻ എ പെർട്ടിക്കുലർ ജോമെട്രി.
അപ്പോൾ നമുക്ക് പറയാം പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത് അമിനോ ആസിഡ് സീക്വൻസ് ആണ്. പെപ്റ്റൈഡ് ബോൺസ് വഴി അമിനോ ആസിഡ് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോയിലിംഗ് ഓഫ് പെപ്റ്റൈഡ് ചെയിൻസ് ആണ് അവിടെ കാണപ്പെടുന്നത്. അത് 2 ടൈപ്പ് ഉണ്ട്, ആൽഫ ഹെലിക്സും ബീറ്റ ഷീറ്റും. ടെർഷറി ആണെങ്കിൽ 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ആണ്. ക്വാട്ടർണറി എന്ന് പറയുന്നത് കുറച്ചും കൂടി കോംപ്ലക്സ് ആണ്, അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് സ്ട്രക്ചർ ആണ്, കോംപ്ലക്സ് ഓഫ് പ്രോട്ടീൻ മോളിക്യൂൾസ് ആണ്, മൾട്ടി സബ് യൂണിറ്റ് കോംപ്ലക്സ് ആണ് ക്വാട്ടർണറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സ്ട്രക്ചർ. അടുത്തത് എന്താണ് പെപ്റ്റൈഡ് ബോണ്ട് എന്ന് പറയുന്നത്? നമുക്കറിയാം പെപ്റ്റൈഡ് ബോണ്ട് എന്ന് പറയുന്നത് ഒരു അമൈഡ് ടൈപ്പ് ഓഫ് കോവാലന്റ് കെമിക്കൽ ബോണ്ടാണ്. കോവാലന്റ് ബോണ്ടാണത്. എന്തിനൊക്കെ ലിങ്ക് ചെയ്യിപ്പിക്കുന്നതാണ്? 2 കോൺസിക്യൂട്ടീവ് ആൽഫ അമിനോ ആസിഡ്സിനെ ലിങ്ക് ചെയ്യിപ്പിക്കും. ഫ്രം C1 of 1 alpha amino acid and N2 of another along a peptide or protein chain. കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ പെപ്റ്റൈഡ് ബോണ്ട് എന്ന് പറയുന്നത് ഒരു കോവാലൻറ്റ് ബോണ്ടാണ്. 2 മോളിക്യൂൾസ് ഓഫ് അമിനോ ആസിഡ് തമ്മിൽ ഫോം ചെയ്യുന്ന ഒരു കോവാലൻറ്റ് ബോണ്ടാണ്. ഒരു അമിനോ ആസിഡിൻ്റെ കാർബോക്സിൽ ഗ്രൂപ്പ് വേറൊരു അമിനോ ആസിഡിൻ്റെ അമിനോ ഗ്രൂപ്പുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കണ്ടൻസേഷൻ റിയാക്ഷൻ നടക്കും. അതായത് ഒരു മോളിക്യൂൾ ഓഫ് വാട്ടർ റിലീസ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാവും. ഇങ്ങനെ 2 അമിനോ ആസിഡിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ബോണ്ടിനെ പറയുന്ന പേരാണ് ബൈ ദ ലോസ് ഓഫ് ബൈ ദ റിലീസിങ് ഓഫ് എ മോളിക്യൂൾ ഓഫ് വാട്ടർ. ഇങ്ങനെ ഉണ്ടാകുന്ന ബോണ്ടിനെ പറയുന്ന പേരാണ് പെപ്റ്റൈഡ് ബോണ്ട്. അമിനോ ആസിഡ്സ് പ്രോട്ടീനിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് ഈ പെപ്റ്റൈഡ് ബോണ്ട് വഴിയാണ്. അപ്പോൾ എന്താണ് പെപ്റ്റൈഡ് ബോണ്ട് എന്ന് മനസ്സിലായി കാണുമല്ലോ. അടുത്തത് എന്താണ് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ? അതായത് ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് പ്രോട്ടീൻസ്, നമ്മൾ പറഞ്ഞു പ്രോട്ടീൻ പ്രൈമറി സ്ട്രക്ചേഴ്സ് പ്രോട്ടീൻ പ്രൈമറി സെക്കൻഡറി ടെർഷറി ക്വാട്ടർണറി എന്ന 4 സ്ട്രക്ചേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. പ്രോസസ് ബൈ വിച്ച് സെക്കൻഡറി ടെർഷറി ആൻഡ് ക്വാട്ടർണറി സ്ട്രക്ചർ ഓഫ് ദ പ്രോട്ടീൻസ് ലോസ് ചെയ്യുന്നു. അതായത് പ്രോട്ടീൻ അതിൻ്റെ നേറ്റീവ് സ്റ്റേറ്റിൽ ഇരിക്കുകയായിരിക്കും ബൈ ദ ആപ്ലിക്കേഷൻ ഓഫ് ഒന്നില്ലെങ്കിൽ സ്ട്രെസ്, അതല്ലെങ്കിൽ സ്ട്രോങ് ആസിഡ് ഓർ ബേസിൻ്റെ പ്രസൻസ്, അതല്ലെങ്കിൽ ഇനോർഗാനിക് സോൾവെൻറ്റിൻ്റെ പ്രസൻസ്, അതല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ഇനോർഗാനിക് സോൾട്ടിൻ്റെ പ്രസൻസ്, ഓർഗാനിക് സോൾവെൻറ്റ് സച്ച് ആൽക്കഹോൾ, ക്ലോറോഫോമിൻ്റെ പ്രസൻസ്, റേഡിയേഷൻ അല്ലെങ്കിൽ ഹീറ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഫാക്ടേഴ്സ് ഇതിൻ്റെയൊക്കെ പ്രസൻസിൽ പ്രോട്ടീൻ നേറ്റീവ് സ്റ്റേറ്റിലിരിക്കുന്ന പ്രോട്ടീന് അതിൻ്റെ സെക്കൻഡറി ടെർഷറി ആൻഡ് ക്വാട്ടർണറി സ്ട്രക്ചർ നഷ്ടപ്പെടുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ. It is defined as a process in which protein lose their quaternary structure, tertiary structure and secondary structure which is present in their native state by the application of some external stress or compounds such as strong acid or base, organic solvents, concentrated inorganic solvents, radiation or heat. This is known as denaturation of protein. ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീനിൽ ഞാൻ പറഞ്ഞു 3D സ്ട്രക്ചർ നമുക്ക് നഷ്ടപ്പെടും പ്രോട്ടീൻ്റെ. മാത്രമല്ല പ്രോട്ടീൻ ഒരു വൈഡ് റേഞ്ച് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സും കാണിക്കും. അതായത് കൺഫർമേഷനിൽ ചേഞ്ച് ഉണ്ടാവും, നേറ്റീവ് സ്റ്റേറ്റിനെ അപേക്ഷിച്ച് കൺഫർമേഷനിൽ ചേഞ്ച് ഉണ്ടാവും. അതുപോലെ തന്നെ അഗ്രിഗേഷൻ്റെ സമയത്ത് ലോസ് ഓഫ് സൊല്യൂബിലിറ്റി ടു അഗ്രിഗേഷൻ ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് ഹൈഡ്രോഫോബിക് ഗ്രൂപ്പ്സിൻ്റെ എക്സ്പോഷറാണ്. ക്ലാസിക്കൽ എക്സാമ്പിൾ ഓഫ് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീനാണ് എഗ് വൈറ്റ്സ്. അതായത് എഗ് വൈറ്റ്സിൽ ആൽബമിൻ ഉണ്ടെന്നറിയാം. ടിപ്പിക്കലി എഗ് ആൽബമിൻ ഇൻ വാട്ടർ ആണ്. എഗ്ഗ് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അൺസ്റ്റേബിൾ ആവും, എന്നിട്ട് ഒരു ഒപ്പിക് സോളിഡ് മാസ് ആവും. ഇത് ഡീനാച്ചുറേഷൻ കാരണമാണ്, ആൽബമിൻ ഡീനാച്ചുറേഷൻ കാരണമാണ് ഇതുണ്ടാവുന്നത്. അപ്പോൾ നല്ലൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് എഗ് വൈറ്റ്സ് ആണ്. ഡീനാച്ചുറേഷൻ്റെ സമയത്ത് പ്രോട്ടീൻ അതിൻ്റെ ഇൻട്രാമോളിക്കുലാർ ബോൺസ് അതൊക്കെ ഓൾട്ടർ ചെയ്യും. റിസൾട്ട് ചെയ്യുന്നത് ഒരു അൺഫോൾഡിങ് ഓഫ് പോളിപെപ്റ്റൈഡ്സ് അല്ലെങ്കിൽ അമിനോ ആസിഡ്സ് ആണ് ആസ് എ റിസൾട്ട് നടക്കുന്നത്. ഇനി പ്രോട്ടീൻ ഡീനാച്ചുറൽ ചെയ്യുന്ന ഏജൻസിനെ പറയുന്ന പേരാണ് പ്രോട്ടീൻ ഡീനാച്ചുറൻസ്. അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ആസിഡ്സിൽ തന്നെ അസറ്റിക് ആസിഡ്, ട്രൈക്ലോറോ അസറ്റിക് ആസിഡ്. ബേസസ് എടുക്കുകയാണെങ്കിൽ സോഡിയം ബൈകാർബണേറ്റ്. ഓർഗാനിക് സോൾവെൻറ്റ്സ് നമ്മൾ പറഞ്ഞു ഇൻക്ലൂഡിങ് എത്തനോൾ. അതുപോലെ ക്രോസ് ലിങ്കിങ് റിയേജൻറ്റ് എക്സാമ്പിളാണ് ഫോർമാൽഡിഹൈഡ്. ഇതും കൂടാതെ കയോട്രോപ്പിക് ഏജൻസ് എന്ന് പറയും. അതായത് കയോട്രോപ്പിക് ഏജൻസ് എന്ന് പറഞ്ഞാൽ വാട്ടർ മോളിക്യൂൾസിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന വാട്ടർ സൊല്യൂഷനിലുള്ള മോളിക്യൂളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കയോട്രോപ്പിക്. അതായത് ഇറ്റ് ഈസ് എ മോളിക്യൂൾ ഇൻ വാട്ടർ സൊല്യൂഷൻ ആണ് ദാറ്റ് ക്യാൻ ഡിസ്റപ്റ്റ് ദ ഹൈഡ്രജൻ ബോണ്ടിങ് നെറ്റ്വർക്ക് ഇൻ വാട്ടർ മോളിക്യൂൾസ്. വാട്ടർ മോളിക്യൂൾസിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെ ഡിസ്റപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വാട്ടർ സൊല്യൂഷനിലുള്ള മോളിക്യൂൾ, അതിനെയാണ് നമ്മൾ കയോട്രോപ്പിക് ഏജൻസ് എന്ന് പറയുന്നത്. ദിസ് ഹാസ് ആൻ എഫക്റ്റ് ഓൺ സ്റ്റെബിലിറ്റി ഓഫ് നേറ്റീവ് സ്റ്റേറ്റ് ഓഫ് അതർ മോളിക്യൂൾസ്. ഈ കയോട്രോപ്പിക് ഏജൻറ്റ് എസ്പെഷ്യലി പ്രോട്ടീൻസ്, സൊല്യൂഷനിലുള്ള പ്രോട്ടീൻസിൻ്റെയൊക്കെ നേറ്റീവ് സ്റ്റേറ്റിനെ എഫക്റ്റ് ചെയ്യും ബൈ വീക്കനിങ് ദ ഹൈഡ്രോഫോബിക് എഫക്റ്റ്.
അങ്ങനെ ഒരു റോള് കയോട്രോപ്പിക് ഏജൻസിനുണ്ട്. എക്സാമ്പിൾ ഓഫ് കയോട്രോപ്പിക് ഏജൻസ്, അതും ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻസ് റിസൾട്ട് ചെയ്യും. എക്സാമ്പിൾ എന്ന് പറയുന്നത് യൂറിയ 6 to 8 mol per liter, അതുപോലെ സോഡിയം ഡോഡക്കൈൽ സൾഫൈറ്റ്, ലിഥിയം പെർക്ലോറേറ്റ്, ഇതൊക്കെ കയോട്രോപ്പിക് ഏജൻസിൻ്റെ എക്സാമ്പിളാണ്. ഇത് കൂടാതെ നെക്സ്റ്റ് ഗ്രൂപ്പിൽ വരുന്നതാണ് ഡൈസൾഫൈഡ് ബോണ്ട് റെഡ്യൂസേഴ്സ്. എക്സാമ്പിളാണ് 2-mercapito ethanol. പിന്നെ കെമിക്കലി റിയാക്റ്റീവ് ഏജൻസ് സച്ച് ആസ് ഹൈഡ്രജൻ പെറോക്സൈഡ്, എലമെൻ്റൽ ക്ലോറൈഡ്, ഹൈപ്പോക്ലോറസ് ആസിഡ്, ബ്രോമിൻ വാട്ടർ എക്സെട്ര. അതേഴ്സിൽ വരുന്നതാണ് മെക്കാനിക്കൽ അജിറ്റേഷൻ, പിക്രിക് ആസിഡ്, ടെമ്പറേച്ചർ, റേഡിയേഷൻ. സോ ഇതൊക്കെയാണ് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻസ് ഉണ്ടാക്കുന്നത്. സോ ഇതൊക്കെയാണ് കുറച്ച് ബേസിക് തിയറി ബിഹൈൻഡ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. കൂടുതൽ തിയറി നമുക്ക് MCQ ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന കൂട്ടത്തിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് MCQs സ്റ്റാർട്ട് ചെയ്യാം. Question number 1. During the formation of the peptide bond, which of the following takes place? Option A, hydroxyl group is lost from its carboxyl group of one amino acid and a hydrogen atom is lost from its amino group of another amino acid. Option B, hydrogen atom is lost from its carboxyl group of one amino acid and a hydroxyl group is lost from its amino group of another amino acid. Option C, hydroxyl group is lost from its carboxyl group of one amino acid and a hydroxyl group is lost from its amino group of another amino acid. Option D, hydrogen atom is lost from its carboxyl group of one amino acid and a hydrogen atom is lost from its amino group of another amino acid. എങ്ങനെയാണ് ഒരു പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യുന്നത്? കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ എ. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇസ് ലോസ്റ്റ് ഫ്രം ദ കാർബോക്സിൽ ഗ്രൂപ്പ് ഓഫ് വൺ അമിനോ ആസിഡ് ആൻഡ് ഹൈഡ്രജൻ ആറ്റം ഇസ് ലോസ്റ്റ് ഫ്രം ദ അമിനോ ഗ്രൂപ്പ് ഓഫ് അനദർ അമിനോ ആസിഡ്. Question number 2. Peptide bond is a option A covalent bond, option B ionic bond, C metallic bond, D hydrogen bond. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ കോവാലന്റ് ബോണ്ട്. നമുക്കറിയാം അമിനോ ആസിഡ്സ് കോവാലൻ്റ്ലി ജോയിൻ ചെയ്തിട്ടുണ്ട് ത്രൂ എ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമൈഡ് ലിങ്കേജ്. അതിൻ്റെ പേരാണ് പെപ്റ്റൈഡ് ബോണ്ട്. Question number 3. A tripeptide has option A 3 amino acids and 1 peptide bond, B 3 amino acid and 2 peptide bond, C 3 amino acid and 3 peptide bond, D 3 amino acid and 4 peptide bond. ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി 3 amino acid and 2 peptide bonds. മോണോപെപ്റ്റൈഡ് എന്ന് പറഞ്ഞാൽ അതിൽ സിംഗിൾ അമിനോ ആസിഡ് ആണുള്ളത്. ഡൈപെപ്റ്റൈഡ് എന്ന് പറയുന്നത് 2 amino acid joined by 1 peptide bond ആണ്. ട്രൈപെപ്റ്റൈഡ് എന്ന് പറയുന്നത് 3 amino acid joined by 2 peptide bonds ആണ്. Question number 4. The factor which does not affect the pK value of an amino acid is. തന്നിരിക്കുന്നതിൽ ഏതാണ് pK വാല്യൂവിനെ എഫക്റ്റ് ചെയ്യാത്ത ഫാക്ടർ? ഓപ്ഷൻ എ the loss of charge in the alpha carboxyl and alpha amino groups, B the interactions with other peptide R groups, C other environmental factors, D molecular weight. Fourth question answer option D molecular weight ആണ്. Question number 5. The average molecular weight of an amino acid residue in a protein is about. ആവറേജ് മോളിക്കുലർ വെയിറ്റ് ഓഫ് അമിനോ ആസിഡ് റെസിഡ്യൂ, ഒരു പ്രോട്ടീനിൽ അമിനോ ആസിഡ് റെസിഡ്യൂവിൻ്റെ ആവറേജ് മോളിക്കുലർ വെയിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ശരിക്കും ആവറേജ് മോളിക്കുലർ വെയിറ്റ് ഓഫ് അമിനോ ആസിഡ് റെസിഡ്യൂ എന്ന് പറയുന്നത് 128 ആണ്. ബിക്കോസ് ഇൻ ദ പെപ്റ്റൈഡ് ബോണ്ട്, ഒരു പെപ്റ്റൈഡ് ബോണ്ടിൽ നമുക്കറിയാം എ മോളിക്യൂൾ ഓഫ് വാട്ടർ ഇസ് റിമൂവ്ഡ് ആണ് ടു ക്രിയേറ്റ് ദ പെപ്റ്റൈഡ് ബോണ്ട്. സോ അവിടെ ആവറേജ് മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത് 128 മൈനസ് വാട്ടറിൻ്റെ മോളിക്കുലർ വെയിറ്റ് 18, ദാറ്റ് ഇസ് 110. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി 110. Question number 6. Which of the following is not the classified form of conjugated proteins? Option A lipoproteins, B glycoproteins, C metalloproteins, D complete proteins. The correct answer ആണ് D complete proteins. On the basis of chemical nature of prosthetic group, അതായത് നോൺ പ്രോട്ടീൻ പാർട്ടിൻ്റെ ബേസിസിൽ കോൺജുഗേറ്റഡ് പ്രോട്ടീൻസ് നമുക്ക് ലിപ്പോപ്രോട്ടീൻ, ഗ്ലൈക്കോപ്രോട്ടീൻ, മെറ്റാലോപ്രോട്ടീൻ എന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. Question number 7. Which of the following information is responsible to specify the three-dimensional shape of a protein? Option A the protein's peptide bond, B the protein's amino acid sequence, C the protein's interaction with other polypeptides, D the protein's interaction with molecular chaperone. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ ബി the protein's amino acid sequence. Amino acid sequence determines its three-dimensional structure or three-dimensional shape. Question number 8. Unfolding of proteins can be termed as option A renaturation, option B denaturation, option C oxidation, option D reduction. നമുക്കറിയാം ഓപ്ഷൻ ബി denaturation ആണ് കറക്റ്റ് ആൻസർ. പ്രോട്ടീൻസിൻ്റെ ടെർഷറി, സെക്കൻഡറി ആൻഡ് ക്വാട്ടറി സ്ട്രക്ചേഴ്സ് ലോസ് ചെയ്യും ആസ് എ റിസൾട്ട് ഓഫ് denaturation. Question number 9. What are the following is not a factor
റെസ്പോൺസിബിൾ ഫോർ ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ? എ pH ചേഞ്ച്, ബി ഓർഗാനിക് സോൾവെൻറ്റ്, സി ഹീറ്റ്, ഡി ചാർജ്. ഡി ചാർജ് ആണ് കറക്റ്റ് ആൻസർ. ബാക്കി എല്ലാ ഫാക്ടേഴ്സും ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻസിന് റെസ്പോൺസിബിൾ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 10. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇസ് ഫോൾസ്? തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് ഈ തന്നിരിക്കുന്നതിൽ? ഓപ്ഷൻ എ, പ്രൈമറി സ്ട്രക്ചർ ഓഫ് എ പ്രോട്ടീൻ ഡിറ്റർമിൻസ് ഹൗ ഇറ്റ് ഫോൾസ് into a unique three-dimensional structure. Option B, secondary structure of a protein determines how it folds up into a unique three-dimensional structure. C, three-dimensional structure of a protein determines the function of a protein. D, amino acid sequence is absolutely invariant for a particular protein. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് എ പ്രോട്ടീൻ ഡിറ്റർമിൻസ് ഹൗ ഇറ്റ് ഫോൾസ് അപ്പ് ഇൻ ടു എ യുണീക് ത്രീ-ഡയമെൻഷണൽ സ്ട്രക്ചർ ആണ് തെറ്റ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പ്രൈമറി സ്ട്രക്ചറാണ്. പ്രൈമറി സ്ട്രക്ചർ ഓഫ് എ പ്രോട്ടീൻ ആണ്. അതെങ്ങനെ ഫോൾഡ് ചെയ്യണം, ത്രീ-ഡയമെൻഷണൽ സ്ട്രക്ചറിന് ഡിറ്റർമിൻ ചെയ്യുന്നത് പ്രൈമറി സ്ട്രക്ചറാണ്. വിച്ച് ഇൻ ടേൺ, ഈ ത്രീ-ഡയമെൻഷണൽ സ്ട്രക്ചറാണ് ഫംഗ്ഷൻ ഓഫ് പ്രോട്ടീൻ. വിച്ച് ഇൻ ടേൺ ഡിറ്റർമിൻസ് ദ ഫംഗ്ഷൻ ഓഫ് പ്രോട്ടീൻ. Question number 11. Tertiary conformation of proteins is maintained by three types of bonds, namely ionic, hydrogen and option A sulfide, B disulfide, C covalent, D peptide. Correct answer ആണ് option B disulfide. Ionic interaction, hydrogen bonding, disulfide, hydrogen disulfide linkage. ഇതൊക്കെയാണ് tertiary structure stabilize ചെയ്യുന്നത്. Question number 12. Native state of a protein cannot be disturbed by. ക്യാൻ ബി എന്നാണ് ക്വസ്റ്റ്യൻ കാണിച്ചിരിക്കുന്നത്. കറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കനോട്ട് ബി ആണ്. നേറ്റീവ് സ്റ്റേറ്റ് ഓഫ് എ പ്രോട്ടീൻ, ചെറിയൊരു തെറ്റ് വന്നിട്ടുണ്ട് അവിടെ. നേറ്റീവ് സ്റ്റേറ്റ് ഓഫ് എ പ്രോട്ടീൻ കനോട്ട് ബി ഡിസ്റ്റർബ്ഡ് ബൈ ഓപ്ഷൻ എ ടെമ്പറേച്ചർ, ബി pH, സി റിമൂവൽ ഓഫ് വാട്ടർ, ഡി പ്രസൻസ് ഓഫ് ഹൈഡ്രോഫിലിക് സർഫസസ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, പ്രസൻസ് ഓഫ് ഹൈഡ്രോഫിലിക് സർഫസസ്. Native state of a protein can be disrupted by temperature, pH, removal of water and presence of hydrophobic surfaces. So 12th question എന്ന് പറയുന്നത് native state of a protein cannot be disrupted by. Correct answer option D. Question number 13. In tertiary structure of proteins, folding and shaping is done by option A hydrophobic interaction, B polar interaction, C hydrogen bonding, D none of the mentioned. ടെർഷ്യറി സ്ട്രക്ചറിൽ ഫോൾഡിംഗ് ആൻഡ് ഷേപ്പിംഗ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഹൈഡ്രോഫോബിക് ഇൻറ്ററാക്ഷൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 14. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് എഫക്ട് ദ സ്റ്റെബിലിറ്റി ഓഫ് എ ആൽഫ ഹെലിക്സ്? എ ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾഷൻ, ബി ബൾക്കിനെസ്, സി ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ആർ ഗ്രൂപ്പ് സ്പേസ് 3 റെസിഡ്യൂസ് എപ്പാർട്ട്, ഡി ഒക്കറൻസ് ഓഫ് അലാനിൻ ആൻഡ് ഗ്ലൈസിൻ റെസിഡ്യൂസ്. തന്നിരിക്കുന്നതിൽ ഏതാണ് സ്റ്റെബിലിറ്റി ഓഫ് ആൽഫ ഹെലിക്സിനെ എഫക്റ്റ് ചെയ്യാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഒക്കറൻസ് ഓഫ് അലാനിൻ ആൻഡ് ഗ്ലൈസിൻ റെസിഡ്യൂസ്. ക്വസ്റ്റ്യൻ നമ്പർ 15. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് സെക്കൻഡറി പ്രോട്ടീൻ സ്ട്രക്ചർ? A. The hydrophilic or hydrophobic character of amino acid residue is important to secondary structure. B. The ability of peptide bonds to form intramolecular hydrogen bonding is important to secondary structure. C. The alpha helix, beta plated sheet and beta turns are examples of protein secondary structure. D. The steric influence of amino acid residues is important to secondary structure. ഇതിൽ ഏതാണ് സെക്കൻഡറി പ്രോട്ടീൻ സ്ട്രക്ചറിൻ്റെ ക്യാരക്ടർ അല്ലാത്തത്? ഇസ് നോട്ട് ട്രൂ അബൌട്ട് സെക്കൻഡറി പ്രോട്ടീൻ സ്ട്രക്ചർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് ഹൈഡ്രോഫിലിക് ഓർ ഹൈഡ്രോഫോബിക് ക്യാരക്ടർ എന്ന് പറയുന്നത് പ്രോട്ടീൻ്റെ ടെർഷ്യറി സ്ട്രക്ചറിനാണ് മോർ ഇമ്പോർട്ടൻറ്റ് വെൻ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് സെക്കൻഡറി. സെക്കൻഡറി സ്ട്രക്ചറിൽ സ്റ്റെറിക് സൈസ് ഓഫ് റെസിഡ്യൂ ഇസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് റെസിഡ്യൂസ് ആർ പൊസിഷൻ ടു ഡിക്രീസ് ദ ഇൻറ്ററാക്ഷൻസ് ബിറ്റ്വീൻ ഈച്ച് അതർ ആൻഡ് ദ പെപ്റ്റൈഡ് ചെയിൻ. സോ ദ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 16. Beta plated sheets are the examples of A. primary structure, B. secondary structure, C. tertiary structure, D. quaternary structure. നമുക്കറിയാം 16ാമത്തെ ആൻസർ ആണ് B. secondary structure. 17th question. A coiled peptide chain held in place by hydrogen bonding between peptide bonds in the same chain is option A. primary structure, B. alpha helix, C. beta plated, D. tertiary structure. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ B. alpha helix. 18th question. A structure that has hydrogen bonds between polypeptide chain arranged side by side is option A. primary structure, B. alpha helix, C. beta plated structure, D. tertiary structure. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ബീറ്റ പ്ലേറ്റഡ് ഷീറ്റ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 19. Secondary structure is defined by A. hydrogen bonding, B. van der Waals force, C. covalent bonding, D. ionic bonding. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ hydrogen bonding. Question number 20. Which of the following bonds are not involved in tertiary type of protein structure? Option A. disulfide bond, B. hydrogen bonding, C. salt bridge, D. hydrophilic interaction. ഏതാണ് ടെർഷ്യറി ടൈപ്പ് ഓഫ് പ്രോട്ടീൻ സ്ട്രക്ചറിൽ ഇൻവോൾവ് ആവാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ ഡി.
അതായത് ഹൈഡ്രോഫോബിക് ഇൻറ്ററാക്ഷൻ ആണ് ഇൻവോൾവ്. ഇവിടെ ഹൈഡ്രോഫിലിക് ആണ് ക്വസ്റ്റിനെ തന്നിരിക്കുന്നത്. സോ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 21. A process by which a protein structure assumes its functional shape or conformation is option A denaturing, B folding, C synthesis, D hydrolysis. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ഫോൾഡിങ്. പ്രോട്ടീൻസ് ഫോൾഡ് ചെയ്തിട്ട് ത്രീ ഡയമെൻഷണൽ കൺഫോർമേഷൻ ആയിട്ട് ദാറ്റ് 3-dimensional conformation is able to perform biological function. So the correct answer is option B. Question number 22. Which of the following cannot denature a protein? A iodoacetic acid, B SDS detergent, C urea, D heating to 90 degrees Celsius. ഇതിൽ ഏതിനാണ് ഡീനേച്ചർ ചെയ്യാൻ പറ്റാത്തത്? കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ iodoacetic acid. iodoacetic acid ഒരു ആൽക്കലൈറ്റിംഗ് ഏജന്റ് ആണ്. അതിനെ ഡീനാച്ചർ ചെയ്യാനായിട്ടുള്ള കഴിവില്ല. Question number 23. Which of the following is a function of chaperone protein? Option A, it degrades proteins that have folded improperly. Option B, it provides a template for how the proteins should fold. Option C, it rescues proteins that have folded improperly and allows them to refold properly. Option D, it degrades proteins that have folded properly. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ചാപ്രോൺ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. മോളിക്കുലർ ചാപ്രോൺസ് എന്ന് പറയുന്നത് പ്രോട്ടീൻസ് ആണ്. പാർഷ്യലി ഫോൾഡഡ് ആയിട്ടുള്ള പോളിപെപ്റ്റൈഡ്സുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തിട്ട് കറക്റ്റ് ഫോൾഡിംഗ് പാത്വേസ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഏജൻസിനെയാണ് നമ്മൾ മോളിക്കുലർ ചാപ്രോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ഇറ്റ് റെസ്ക്യൂസ് പ്രോട്ടീൻസ് ദാറ്റ് ഹാവ് ഫോൾഡഡ് ഇംപ്രോപ്പർലി ആൻഡ് അലോസ് ദം ടു റീഫോൾഡ് പ്രോപ്പർലി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇതോടുകൂടി പാർട്ട് 3 ഡിസ്കഷൻ ബയോകെമിസ്ട്രി അവസാനിക്കുകയാണ്. നിങ്ങളെല്ലാവരും നൽകുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക യൂസ്ഫുൾ ആണെങ്കിൽ. താങ്ക് യു.